നമസ്കാരം. എല്ലാ വാവിനും അമാവാസി കറുത്ത വാവിനും ബലിയിടാമോ? ചിലവർ പറയാറുണ്ട് വർഷത്തില് അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ മരിച്ച ആ ഒരു സമയത്ത് ശ്രാദ്ധം ഊട്ടാറുണ്ട്. ചിലപ്പോൾ ശ്രാദ്ധം മുടങ്ങിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാ വാവിനും എല്ലാ കറുത്ത അമാവാസിക്കും ഞങ്ങൾ ബലിയിടേണ്ടതുണ്ടോ? അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ശിവരാത്രി സമയത്ത് അല്ലെങ്കിൽ കർക്കിടകത്തിലെ വാവിനോ തുലാമാസത്തിലെ വാവിനോ മാത്രം ഞങ്ങൾ ബലിയിട്ടാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. എല്ലാ വാവിനും അമാവാസിക്കും ബലിയിടുന്നു എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമമായ ഒരു കാര്യം തന്നെയാണ്. അത് ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ നിങ്ങൾക്ക് അനുഗ്രഹം സിദ്ധിക്കും. പിതൃക്കളുടേതാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹം സിദ്ധിക്കുകയും കൂടുതൽ ധനധാന്യ സമൃദ്ധി ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും എല്ലാ വാവിനും നിങ്ങൾ ബലിയിട്ടാൽ. എല്ലാ അമാവാസിക്കും ബലിയിടുന്നത് വളരെ നല്ലതും ഉത്തമവുമായ ഒരു കാര്യം തന്നെയാണ്. അതിന് നമുക്ക് ചെയ്യാനുള്ള ശാരീരിക മാനസിക ആ ഒരു പ്രചോദനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ നല്ലതാണ്. മക്കൾക്കും സഹോദരങ്ങൾക്കും മക്കളുടെ മക്കൾക്കും എല്ലാം ബലിയിടാം. മക്കൾക്ക് ബലിയിടാം, മക്കളുടെ മക്കൾക്ക് ബലിയിടാം, സഹോദരങ്ങൾക്ക് ബലിയിടാം. ഇപ്പൊ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് തൻ്റെ മുത്തച്ഛനോ മുത്തശ്ശിക്കോ ബലിയിടണം എന്ന് വിചാരിച്ചാൽ അത് ചെയ്യുന്നത് തെറ്റല്ല. അവർക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാം. എല്ലാവരും ഇവിടെ അച്ഛനും അമ്മ ഇരിക്കുമ്പോൾ ബലിയിടാൻ പാടില്ല. വൃത്തിയാ. മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി ബലിയിടണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേരക്കുട്ടിക്ക് അത് ചെയ്യാം. മക്കളുടെ മക്കൾക്ക് ചെയ്യാം. സഹോദരങ്ങൾക്ക് ചേട്ടന് വേണ്ടിയിട്ട് അനിയനിടാം, സഹോദരിക്കിടാം. അപ്പോൾ ആർക്ക് വേണമെങ്കിലും മക്കൾക്കും സഹോദരങ്ങൾക്കും പറയുന്നുണ്ട്. ഈ ആചാര്യൻ പറയുന്നുണ്ട്, നമ്മൾ പണ്ട് പറയുമായിരുന്നു മരിച്ചു കഴിഞ്ഞാൽ പുലയാചരിക്കുന്നത് ആരൊക്കെയാണ്, മരിച്ചു കഴിഞ്ഞാൽ പുലയാചരിക്കുന്നത് ആരൊക്കെയാണ്. അപ്പോൾ പറയും മക്കളുടെ മക്കള്, പിന്നെ ഏറ്റവും അടുത്ത കുടുംബത്തിലുള്ളവർ, ബാക്കി ആർക്കും പുലയില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ ആചാര്യമതം അനുസരിച്ച് പറയുന്നത് നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര്, ഇപ്പം നമ്മളൊരു വീട്ടിലൊരു പട്ടിയെ വളർത്തിയാൽ പോലും ഒരു നല്ല പെറ്റ് ഡോഗിനെ നമ്മൾ വളർത്തി, ആ പെറ്റ് ഡോഗ് നമ്മുടെ വീട്ടിലുണ്ട്, ആ ഡോഗ് വീട്ടിലുണ്ട്, അത് ചത്തു എന്ന് വിചാരിക്കുക. അതന്ന് മരണപ്പെട്ടു എന്നുണ്ടെങ്കിൽ അന്നേ ദിവസം അത് മരണപ്പെട്ട് അതിനെ എടുത്ത് കളഞ്ഞ് കുഴിച്ചിട്ട് അതിൻ്റെ ആ കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ ശേഷം ആ വ്യക്തി ആ പട്ടിയെ തൻ്റെ ജീവനെക്കാൾ ഉപരി സ്നേഹിച്ച വ്യക്തിക്കും അന്ന് പുലയാചരിക്കണം എന്നാണ് പറയുന്നത്. 14 ദിവസം ഇല്ലെങ്കിലും അന്നേ ദിവസം ആ വ്യക്തിക്ക് പുലയുണ്ട്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടത് ആരായിരുന്നുവോ, പ്രിയപ്പെട്ട വ്യക്തി ആരായിരുന്നുവോ, അയാൾ മരണപ്പെട്ടാൽ, അയാൾ മരിച്ചുപോയാൽ ആ വ്യക്തിക്കും കൂടി ബന്ധമോ രക്തബന്ധമോ കൂടാതെ ആ വ്യക്തിക്കും കൂടി അന്ന് പുലയാചരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ബലിയിടുമ്പോൾ മക്കളുടെ മക്കളും സഹോദരങ്ങൾക്കും ഒക്കെ ബലിയിടാം. ഇനി തൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് മരണപ്പെട്ടു, ആ സുഹൃത്തിന് വേണ്ടി തനിക്ക് ബലിയിടണമെന്ന് തോന്നുന്നോ? തീർച്ചയായിട്ടും ചെയ്യാം. തനിക്ക് ഒരിക്കലും അത് തെറ്റാണെന്ന് തോന്നില്ല. ചെയ്യുന്നതിന് വിരോധമില്ല. അതിൻ്റെ ആവശ്യമില്ല എന്നല്ല, അത് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ പിതൃവിൻ്റെ പ്രേതം തന്നെ ഉപദ്രവിക്കുമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ദോഷം തന്നിലേക്ക് വരുമെന്നൊന്നും ചിന്തിക്കേണ്ട. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിതൃപ്രീതിക്ക് ജലം ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെയാണ് പുഴയുടെ തീരത്ത് വിശാലമായിട്ട് നമ്മൾ പുഴയുടെ തീരത്തൊക്കെ പോയിട്ട് മുങ്ങിക്കുളിച്ച് ബലിയർപ്പിക്കുന്നതും ബലിയർപ്പിച്ച ആ നേദ്യം ജലത്തിൽ ഒഴുക്കിക്കളയുന്നതും. ജലമാണ് പിതൃപ്രീതിക്ക് ഏറ്റവും ഉത്തമം തന്നെ. നമ്മളെപ്പോൾ ഇത് ചെയ്യാനിരുന്നാലും, പിതൃകർമ്മം ചെയ്യാനിരുന്നാലും കിണ്ടിയിൽ ജലം വെച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ പുഴയുടെ തീരത്ത് പോയിരുന്ന് ചെയ്യുന്നു. അപ്പോൾ ജലം കൊണ്ടുള്ള പിതൃതർപ്പണത്തിന് പ്രാധാന്യമുള്ളതും അതുകൊണ്ട് തന്നെയാണ്. 3 തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ബലിയിടാം. ചില സ്ഥലങ്ങളിലെ തിരുനെല്ലിയിലൊക്കെ ബലിയിടുന്ന സമയത്ത് 7 തലമുറയെ ബലിയിടിക്കാറുണ്ട്. 7 തലമുറയിൽ ബലിയിട്ട് കഴിയുമ്പോൾ 7 തലമുറയിലുള്ള പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. എങ്കിലും എല്ലാ വാവുകൾക്കും ബലിയിടുമ്പോൾ നമുക്ക് 3 തലമുറ, നമ്മുടെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അപ്പം അങ്ങനെ 3 തലമുറയിലുള്ളവർക്ക് നമുക്ക് ബലിയർപ്പിക്കാം. അത് അമാവാസിയിലോ അല്ലെങ്കിൽ എല്ലാ വാവുകൾക്കും ചെയ്യുന്നതിന് നല്ലതാണ്. ഇപ്പോൾ സ്വന്തം മാതാപിതാക്കളുടെ ബലി പോലും ഇടാൻ മക്കൾക്ക് സാധിക്കാറില്ല. ആ കർമ്മം പോലും ചെയ്താൽ സമയം കിട്ടാത്ത ആളുകളാണ്. അപ്പോൾ പിന്നെ എല്ലാ വാവിനും പോയിട്ട് 3 തലമുറയ്ക്കപ്പുള്ള പിതൃക്കൾക്ക് ഇടുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല എന്ന് എല്ലാവരും ചിന്തിച്ച് തള്ളും. പക്ഷേ സ്വന്തം മാതാപിതാക്കൾക്ക് എങ്കിലും നമ്മൾ ഈ പിതൃതർപ്പണം ചെയ്യാൻ ശ്രമിക്കുക. അതിനെങ്കിലുള്ള സമയങ്ങൾ നമ്മൾ കണ്ടെത്തുക. ആ സമയം കണ്ടെത്തി അത് ചെയ്യാൻ ശ്രമിക്കുന്നത് പുണ്യപരമായൊരു കാര്യം തന്നെയാണ്. അതിനുവേണ്ടി ഒരു ദിവസമെങ്കിലും നമ്മൾ മെനക്കെടുന്നത് കൊണ്ട് ദോഷമില്ല.